ഇറങ്ങി നടക്കുമ്പോൾ അവൾക്കൊരു ലക്ഷ്യവും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ദേവന്റെ മുഖം ഓർമ്മ വന്നത്. അവൾക്ക് അയാളെ ഒന്നുകൂടി കാണാൻ തോന്നി. ഉടനെ തന്നെ ഒരു ഓട്ടോ പിടിച്ചു അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അല്ല, പൈസ തരാതെ അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വരെ ഓടിയതിന്റെ പൈസ തരണം. ഇറങ്ങിപ്പോകാൻ നേരം ഓട്ടോക്കാരൻ അവളെ പിടിച്ചു നിർത്തി. എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ പിന്നെ തരാം. ഓഹോ, കാശില്ലാതെയാണോ വണ്ടി വിളിക്കുന്നത്? ഇതെന്താ കൊച്ചെ, ഫ്രീ സർവീസ് ആണെന്ന് കരുതിയോ? മറ്റുള്ളവരും കേൾക്കാൻ പാകത്തിന് ഉറക്കെയായിരുന്നു അയാളുടെ സംസാരം. കാശ് ഞാൻ തരാം. അവിടേക്ക് വന്ന രഘു ഓട്ടോക്കൂലി കൊടുത്തു. ഒരുപാട് നന്ദിയുണ്ട് സാർ, ഈ കാശ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തന്നോളാം. വാസുകി. എന്തോ അവൾ അറിയാതെ വിളിക്കെട്ടുപോയി. താൻ വാസുകിയല്ലെന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന് അവൾ തിരിഞ്ഞു നടന്നു. അല്ല അല്ല, അവൾ ചെവി പൊത്തിപ്പിടിച്ചു. മറ്റുള്ളവർ അവർക്ക് ചുറ്റും കൂടാൻ തുടങ്ങിയതോടെ അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടി. കുറെ നേരത്തെ അലച്ചിലിനു ശേഷം അവൾ ദേവൻ കിടക്കുന്ന വാർഡിലെത്തി. അവളെ കണ്ടതും അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എൻ്റെ മോള്. എൻ്റെ കൈ ഒന്നഴിക്കുക മോളെ, അച്ഛന് വേദനിക്കുന്നു. അച്ഛൻ? ഇതുവരെ അങ്ങനെ ഒരാളെ പറ്റി ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. ഒരു ബന്ധുക്കളും തേടി വന്നിട്ടുമില്ല. അനാഥയെന്ന് ഏട്ടൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവൾ അയാളെ നോക്കി. ആ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. ഓരോ തവണയും അയാൾ അച്ഛനെന്നു പറയുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അച്ഛൻ, മോളുടെ അച്ഛനാ ഞാൻ. അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവിടേക്ക് വന്ന ശ്രീമതിയും രഘുവും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. വെയിൽ മാറി അന്തരീക്ഷം തണുത്തു തുടങ്ങി. നീ എന്തിനാ അശ്വതി ഇങ്ങോട്ട് വന്നത്? വന്നു കാണാൻ മാത്രം. ഇയാളാരാ നിന്റെ? അതെ ഏട്ടാ, ഞാൻ കാരണമല്ലേ ഇയാൾ ഇങ്ങനെ ആയത്. അതുകൊണ്ടൊന്ന് കാണണം തോന്നി. മതി കണ്ടത്, മേലെ ഇത് ആവർത്തിക്കരുത്. മനു അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ദേവൻ അത് കണ്ടുറക്കെ ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവരെ നോക്കി ഉറക്കെ ചൊല്ലി, നിനക്കായി പകർന്ന കയ്പുനീരിൻ്റെ പാനപാത്രം നീ അവനും സമർപ്പിക്കുക. നിനക്കായി ഒരുക്കിയ അഗ്നിയിലേക്ക് അവനെയും കൈപിടിക്കുക. എതിരെ വരുന്ന വാഹനങ്ങളെ തൊട്ടില്ലെന്ന പോലെ മനുവിൻ്റെ കാർ ചേറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. വാസുകി കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നോടുള്ള ദേഷ്യമാണ് മനു ഈ കാണിക്കുന്നതെല്ലാം. പിന്നെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ എന്നുള്ള പേടിയും. മനുവേട്ട. മനു പെട്ടെന്ന് കാറിൻ്റെ സ്പീഡ് കൂട്ടി. മെല്ലെ പോ മനുവേട്ട, എനിക്ക് പേടിയാകുന്നു. ആ ഭ്രാന്തൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ നിനക്ക് എന്തിനാ പേടി? ഞാനും അമ്മയും എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? എന്നിട്ട് ഇപ്പോൾ അവൾക്ക് പേടിയാണെന്ന്. ഞാൻ കാരണമാണല്ലോ അയാൾക്ക് അസുഖം കൂടിയത് എന്നോർത്തപ്പോൾ ഒരു സമാധാനവും കിട്ടിയില്ല. ഏട്ടാ, അതുകൊണ്ടാ ഞാൻ. മനു അവളെ ദേഷ്യത്തോടെ നോക്കി. ഇനി പോവില്ല ഏട്ടാ, സത്യമായും ഞാൻ പോവില്ല. ഒരു നിമിഷം കൊണ്ട് ഒക്കെ കൈവിട്ടു പോയെന്നാണ് ഞാൻ കരുതിയത്. ഇത്രയും നാളത്തെ പ്രയത്നങ്ങൾ എല്ലാം വെള്ളത്തിലായെന്ന്. നീ എല്ലാം മറിഞ്ഞാലെന്ത്? എന്തിൻ്റെ കാര്യമാ ഏട്ടൻ പറയുന്നേ? മനുവിന് പെട്ടെന്ന് അബദ്ധം പറ്റിയെന്നും മനസ്സിലായി. അത് പിന്നെ നീ ഈ നിലയിലാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നീ എന്നെ പഴയ പോലെ സ്നേഹിച്ചു വന്നപ്പോഴേക്കും നിന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നാൽ ഞാൻ എന്തു ചെയ്യും? പറഞ്ഞൊപ്പിക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. നല്ല അഭിനയം, വാസുകി ഉള്ളിൽ പറഞ്ഞു. അയ്യോ മനവേട്ട, നന്നായി വേർക്കുന്നുണ്ടല്ലോ. ദാ തുളക്ക്. അവൾ ടവൽ വെച്ചു നീട്ടി. മനു അവളെ സൂക്ഷിച്ചു നോക്കി. ഇവളെന്നെ കളിയാക്കിയതാണോ? ഇനി എൻ്റെ ഏട്ടനെയും അമ്മയെയും വിട്ട് ഞാൻ എവിടേക്കും പോവില്ല കേട്ടോ. പോയാലും നിങ്ങളെ കൊണ്ടേ പോകും. അവൾ മനുവിൻ്റെ കൈകൾക്കിടയിലെ കൈ ചേർത്ത് പിടിച്ചു. അല്ലെങ്കിലും ഇനി ഞാൻ നിങ്ങളെയും കൊണ്ട് ഏട്ടാ പോകും, അവൾ അർത്ഥം വെച്ച് പറഞ്ഞ്. മനുവിന് ആശ്വാസം തോന്നി. പഴയ കഥകൾ ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. നീ എന്നും ഈ മനുവിൻ്റെ ഭാര്യ അശ്വതിയായിരിക്കും. അനാഥയായ അശ്വതി. നീ എൻ്റെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം ഈ മനു സേഫാണ്. നീ ചത്താലും. പെട്ടെന്നുള്ള അവരുടെ വരവിലും ചീത്ത പറച്ചിലും അവളൊന്ന് പെരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ തനി സ്വഭാവം. ഇത്രയും നാൾ എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോൾ എല്ലാം പുറത്തു വന്നു. നിനക്കൊന്ന് പറഞ്ഞു പോയിക്കൂടായിരുന്നടി ഉരുമ്പട്ടോളം. അവർ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മനു അമ്മയെ നോക്കി അരുതെന്ന് കണ്ണു കാണിച്ചു. പെട്ടെന്ന് അവർ സ്വയം നിരന്തിച്ചു. അല്ല പിന്നെ ദണ്ണം കാണത്തില്ലേ? പൊന്നുപോലെ നോക്കുന്നില്ലേ ഞാനിവളെ? ഒരു അസുഖക്കാരിയാണെന്നറിഞ്ഞിട്ടും എൻ്റെ മോളെ പോലെ കൊണ്ടു നടക്കുന്നില്ലേ ഞാൻ? അപ്പോൾ പിന്നെ കണ്ടില്ലേ സങ്കടം വരാതെ ഇരിക്കൂ? അമ്മ ചീത്ത പറഞ്ഞത് എല്ലാം മോളെ കാണാത്ത സങ്കടത്തിൽ ആണെന്ന് എൻ്റെ മോൾക്ക് മനസ്സിലാകും അല്ലേ മോളെ? ആറ് വാസുകിയുടെ തയ്യൽ തലോടി. സാരമില്ല അമ്മേ, നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല അമ്മേ. നിങ്ങളെ ആരെയും ഓർമ്മയില്ലാതെ ആയിപ്പോയല്ലോ അമ്മ ഈ മോൾക്ക്. നിങ്ങളെ ഇല്ലാതാക്കിയവരോട് ഞാൻ പകരം ചോദിക്കും. മനുവിൻ്റെയും അശ്വതിയുടെയും കല്യാണ ഫോട്ടോ നോക്കി വാസുകി കുറെ കരഞ്ഞു. ചേച്ചിയുടെ ഭർത്താവ് ആരെന്നറിയാതെ ഇത്രയും കാലം അയാളെ സ്നേഹിച്ചു കഴിഞ്ഞ് തൻ്റെ വിധിയോർത്ത് അവളുടെ ഉള്ളുരുകി. മനു ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മനു അമ്മയുടെ മുറിയിലേക്ക് ചെന്നു.
ഉറങ്ങിയമ്മേ. എത്രയും പെട്ടെന്ന് സ്വത്ത് കൈക്കലാക്കിയിട്ട് കൊന്നു കളയണം ആ നശൂരത്തിനെ. മോളെ മോളെന്ന് വിളിച്ച് സ്നേഹം കാണിച്ച് എനിക്ക് മടുത്തു. കുറച്ചുകൂടി കഴിയട്ടമ്മേ. അശ്വതിയുടെ അതേ ഗതി തന്നെയാണ് ഇവൾക്കും വിധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വത്തെല്ലാം അനിയത്തിയുടെ പേരിൽ എഴുതി വെക്കാൻ അവൾക്ക് തോന്നില്ലായിരുന്നല്ലോ. വാസുകി വാതിൽ പാളിക്കപ്പുറം മറിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് മുന്നേ തീർത്തു കളയേണ്ട ഒരാളുണ്ട്. ദേവൻ, അവളുടെ തന്ത. അയാൾ ജീവിച്ചിരിക്കുന്നത് ആപത്താണ്. മനു ഫോണെടുത്ത് ആൾക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു. വാസുകി ഞെട്ടിപ്പോയി. തൻ്റെ അച്ഛനെയും കൊല്ലാനാണ് മനുവിൻ്റെ തീരുമാനം. ഒക്കെ തൻ്റെ പേരിലുള്ള സ്വത്തിന് വേണ്ടി. പക്ഷേ നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കാൻ പോകുന്നില്ല മനു. നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വാസുകി അപ്പോൾ തന്നെ രഘുവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് വിവരം പറഞ്ഞു. അച്ഛനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ മനു. അവൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. എന്നാ മോള് വെച്ചോ, ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം. അവൾ കാൾ കട്ട് ചെയ്ത് റൂമിൽ വന്ന് കിടന്നു. മനു റൂമിൽ വന്നപ്പോഴേക്കും വെളുക്കാറായിരുന്നു. രാവിലെ നേരത്തെ തന്നെ വാസുകി ഉണർന്നു. അടുക്കളയിൽ ചെന്ന് മനുവിനും അമ്മക്കുമുള്ള കാപ്പി ഇട്ടു. മോള് നേരത്തെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഇട്ടോ? എന്നാ മോള് ആ മാവെടുത്ത് ദോശ ചുടും. എന്നിട്ട് കുറച്ച് ചമ്മന്തിയും മനുവിനൊരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി വെച്ചേര്. പിന്നെ ഉച്ചയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അവർ അടുപ്പത്ത് നിന്ന് ചായക്കലം എടുത്ത് ചായ പകർന്നു. ഞാൻ മനുവിന് ചായ കൊടുത്തിട്ട് വരാം. അവർ ചായയും കൊണ്ട് മുറിയിലേക്ക് പോയി. അമ്മേ. വാസുകിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് മനുവും അമ്മയും താഴെ കൂടി.